ഹായ് ഓൾസോ തേർഡ് മൊഡ്യൂളിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അത് ലിസ്റ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ 3 പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഇതാണ് അതിന് ആൻസർ. ഒന്ന് സേഫ്റ്റി പ്രോപ്പർട്ടി, രണ്ടാമത്തെ ലൈവ്നെസ് പ്രോപ്പർട്ടി, മൂന്നാമത്തത് ഫെയർനെസ്. അപ്പോൾ എന്താണ് ഈ സേഫ്റ്റി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, സേഫ്റ്റി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമേ നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലൈക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഏതൊരു സമയം എടുത്താലും നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രോസസ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് സേഫ്റ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ നമ്മുടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതത്തിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെയുള്ളത് ലൈവ്നെസ് പ്രോപ്പർട്ടി. അപ്പോൾ ലൈവ്നെസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഡെഡ് ലോക്കിൻ്റെയും സ്റ്റാർവേഷൻ്റെയും ആബ്സെൻസിനാണ് ലൈവ്നെസ് പ്രോപ്പർട്ടി എന്ന് പറയുക. അപ്പം ഡെഡ് ലോക്ക് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ രണ്ട് പ്രോസസ്സ് കുറേ നേരം എന്താ പറയുക റിസോഴ്സ് ഇല്ലാണ്ട് എന്താ ഇങ്ങനെ ഒരു ലോക്ക്ഡ് സ്റ്റേറ്റ് കിടക്കുക. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ട, ജസ്റ്റ് നമ്മൾ OS പഠിച്ചിട്ടില്ലേ, അതായത് ഇപ്പം രണ്ട് പ്രോസസ്സും എന്ത് ചെയ്യുക, അവർക്ക് ലൈക്ക് ഒരാൾക്ക് വേണ്ടുന്ന റിസോഴ്സ് മറ്റേയാളുടെ കയ്യിലേക്ക്, അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യില്ല, അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഇതിനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. സോ അത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രോസസ്സ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ പാടില്ല ക്രിട്ടിക്കൽ സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഡെഫിനിറ്റ് ടൈമിനുള്ളിൽ ഒരു പ്രോസസ്സിന് എന്ത് കിട്ടണം, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഈ സ്റ്റാർവേഷൻ കൊണ്ട്. അതായത് സ്റ്റാർവ് ചെയ്യാൻ പാടില്ല, ഒരുപാട് നേരം അയാളിങ്ങനെ ക്രിട്ടിക്കൽ സെക്ഷൻ കിട്ടാണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ ഫെയർനെസ് എന്ന് പറയുമ്പോൾ അതായത് എല്ലാ പ്രോസസ്സിനും ഒരു ഫെയർ ചാൻസ് കിട്ടണം ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഫെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫെയർ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. സോ ഇതാണ് 3 പ്രോപ്പർട്ടീസ്. ഓക്കെ, ശരിക്കും ഇത് 3 മാർക്ക് ചോദിച്ചാൽ ജസ്റ്റ് ഈ ഒരു നിങ്ങൾ ഇവിടെ ഇപ്പം എക്സ്പ്ലനേഷൻ ചോദിച്ചില്ല, ഇവിടെ ലിസ്റ്റ് ചെയ്യാനേ പറയുന്നു. അപ്പോൾ ലിസ്റ്റ് ചെയ്യാം, പക്ഷേ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഡെഫിനിഷനും കൂടി പഠിക്കുക, വളരെ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.